നമ്മുടെ ക്ലാസ് മുറികളിൽ കുട്ടികൾക്ക് തുല്യ പരിഗണന കിട്ടുന്നുണ്ടോ? ഇപ്പോൾ ഒന്നാം ബെഞ്ചിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടി ചിലപ്പോൾ ഏറ്റവും പിന്നിലെ ബെഞ്ചിൽ ഇരിക്കേണ്ടി വരുന്നു. ഒരു ക്ലാസ്സിലെ എണ്ണം അനുസരിച്ച് എല്ലാവർക്കും ഒന്നാമത്തെ ബെഞ്ചിൽ ഇരിക്കാൻ കഴിയില്ല. എല്ലാ അധ്യാപകർക്കും എല്ലാ കുട്ടികളെയും ശ്രദ്ധിക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. അപ്പോൾ ഈ ബാക്ക് ബെഞ്ച് എങ്ങനെ ഒഴിവാക്കാമെന്ന് കഴിഞ്ഞ കുറേ കാലമായി ചർച്ചകൾ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പല സ്കൂളുകളും ചെറിയ ക്ലാസ്സുകളിൽ ഓരോ ദിവസവും റൊട്ടേറ്റ് ചെയ്ത് ഓരോ ദിവസവും ബെഞ്ച് മാറി 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 കുട്ടികളെ ഇരുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരാഴ്ച ഒരു ബെഞ്ച്, അടുത്തയാഴ്ച അവർ മാറി, അങ്ങനെ വീണ്ടും ഒന്നാമത്തെ ബെഞ്ച് തുടങ്ങി എല്ലാ ബെഞ്ചിലേക്കും കുട്ടികൾ മാറി മാറി വരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ബാക്ക് ബെഞ്ച് വിപ്ലവം അതിർത്തി കടന്ന് തമിഴ്നാട്ടിലേക്ക് നീങ്ങുകയാണ്. പക്ഷേ അതിൻ്റെ ആ പ്രത്യേകതകളൊന്ന് നോക്കാൻ തോന്നുന്നു അല്ലേ? തമിഴ്നാട് അവിടെ നിന്നുള്ള ഒരു ദൃശ്യമാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇരിപ്പിടങ്ങൾ ചുവരുകളോട് ചേർത്ത് അർദ്ധ ചതുരാകൃതിയിൽ വരുത്തുക എന്നാണ്. നമുക്കിപ്പോൾ രതീഷ്, ഇപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ക്യാമ്പുകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ മരച്ചുവട്ടിലൊക്കെ ഇരിക്കുന്ന ഇതേപോലെയാണ്. അർദ്ധവൃത്താകൃതിയിൽ ആളുകൾ ഇരിക്കുന്നു, നടുക്ക് അധ്യാപകനോ അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന ആൾ ഉണ്ടാകും. അപ്പം അതേ നിലയിലേക്ക് ക്ലാസ് മുറികളിലെ സീറ്റ് ക്രമീകരണം കൂടി ആ നിലയ്ക്ക് കൊണ്ടുവരികയാണ്. ഈ ബാക്ക് ബെഞ്ചേഴ്സ് എന്നൊക്കെ ഒരുപാട് കാലം മുമ്പ് അല്ലേ വലിയ അതൊരു കുപ്രസിദ്ധി ഉള്ള ഒരു സംവിധാനമായിരുന്നു. പിന്നീട് അതിനെ മറികടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ദൃശ്യം കാണുമ്പോൾ എല്ലാവരും മുൻനിരയിൽ തന്നെയാണ്. അധ്യാപിക നടന്ന് എല്ലായിടത്തും പോയി പഠിപ്പിക്കുന്നു, തിരിച്ചു വരുന്നു. അപ്പോൾ എല്ലാവരും മുൻനിരയിൽ എന്ന നിലയിലാണ് ഇപ്പോൾ ഒരു സങ്കല്പം. അങ്ങനെ ആരെയും പിന്നിലേക്ക് മാറ്റി നിർത്തേണ്ടതില്ല എന്നത് വളരെ പ്രധാനമാണ്. കുട്ടികളുടെ മാനസിക നിലയിലും മാനസികാരോഗ്യത്തിലും പഠനത്തിലും ഒക്കെ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നുമാണ്. അങ്ങനെ ഒരു വിദ്യാർത്ഥികൾക്ക് തുല്യ പ്രാധാന്യം ഉറപ്പാക്കുക എന്നാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ സ്കൂളുകളിലെ ഈ തീരുമാനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഇനി മുതൽ ബാക്ക് ബെഞ്ച് ഇല്ല, എല്ലാവരും ഫ്രണ്ട് ബെഞ്ച് തന്നെ എന്ന നിലയിലേക്ക്. അധ്യാപകർക്കും കൂടി സൗകര്യപ്രദമാണ്. കാരണം പലപ്പോഴും ഈ പുറകിലിരിക്കുന്നവർ ചില കുസൃതികൾ കാണിക്കും, അത് അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നതൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇത് ചുറ്റുമാണ്, അവരുടെ നോട്ടം കൃത്യമായി കുട്ടികളിലേക്ക് എത്തുന്നു, ശ്രദ്ധയെത്തുന്നു. കുട്ടികൾക്കും നേരിട്ട് അധ്യാപകരുമായിട്ടുള്ള ഒരു ലിങ്ക്, അറിവിൻ്റെ ഒരു ലിങ്ക് അല്ലേ, അത് കൃത്യമായിട്ടുണ്ടാവും. അത് നമ്മുടെ നോട്ടങ്ങളിലൂടെ അത് കൃത്യമായി നിലനിർത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.